ഹലോ സ്റ്റുഡൻസ്, +2 കെമിസ്ട്രി സബ്ജക്റ്റിലെ 6th യൂണിറ്റായ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ എന്താണെന്നും റിഫൈനിങ് ഓഫ് ദി മെറ്റൽ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഒരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പിൽ കൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ 2 സ്റ്റെപ്പാണ് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ ഓഫ് ദ ഓർ. അതുവഴി നമ്മൾക്ക് ഒരു പൗഡേർഡ് ഫോമുള്ള ഓർ നമുക്ക് കിട്ടി. ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി കോൺസെൻട്രേറ്റഡ് ചെയ്തു. പല മെത്തേഡുകൾ നമ്മളതിൽ പഠിച്ചു അല്ലേ. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓർ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്രൂഡ് മെറ്റൽ ഉണ്ടാക്കുകയാണ് ഇനി ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അതും റോ മെറ്റലാണ്, അതായത് റോസ് നാച്ചുറൽ സ്റ്റേറ്റിൽ അതിൽ ധാരാളം ഇമ്പ്യൂരിറ്റീസ് പിന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ക്രൂഡ് മെറ്റലിൽ നിന്ന് അതിനെ റിഫൈൻ ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ പ്യുവർ മെറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ 2 സ്റ്റെപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ എന്താണെന്നും റിഫൈനിങ് ഓഫ് ദി മെറ്റൽ എന്ന്, അതായത് അസംസ്കൃതമായിട്ടുള്ള മെറ്റലിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ നിന്ന് പിന്നീട് നമ്മൾ പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മെറ്റൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ? കോൺസെൻട്രേറ്റഡ് ഓർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. കൺവേർട്ടഡ് ടു ക്രൂഡ് മെറ്റൽ ബൈ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്താക്കിയിട്ട് മാറ്റുന്നത്? ക്രൂഡ് മെറ്റലാക്കിയിട്ട് മാറ്റുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ സൾഫൈഡ് ഓറാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ എന്ത് ഫോമിലേക്ക് മാറ്റും? ഓക്സൈഡ് ഫോമിലേക്ക് ആക്കി മാറ്റും. ഇപ്പോൾ കാർബണേറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ള ഓറിൻ്റെ ഫോം എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റുന്നു? ഓക്സൈഡ്. അതായത് ഓക്സൈഡ് ആർ ഈസിലി റെഡ്യൂസ്ഡ്. പെട്ടെന്ന് തന്നെ അവ റിഡക്ഷൻ സംഭവിക്കും. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മെറ്റലിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായി? അപ്പോൾ ഏതൊരു ഫോമായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ എന്താക്കിയിട്ട് മാറ്റാണ്? നമ്മൾ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റാണ്. അതായത് ഓക്സൈഡ് ഓസ് ക്യാൻ ഈസിലി റെഡ്യൂസ്ഡ്. ദ സൾഫൈഡ് ആൻഡ് കാർബണേറ്റ് ഓസ് ആർ ഫസ്റ്റ് കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഓറുകളെ എന്താക്കി മാറ്റാണ്? ആദ്യം ഓക്സൈഡ്സ് ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം, കൺവേർഷൻ ടു ഓക്സൈഡ്. എന്താണ് ചെയ്യുക? നമ്മൾ ഒരു ഓറിനെ, നമുക്ക് സൾഫൈഡ് ഓറുണ്ട്, കാർബണേറ്റ് ഓറുണ്ട്, ഇവയെ നമ്മൾക്ക് എന്താക്കി ഹൈഡ്രോക്സൈഡ് ഓറുണ്ട്, ഇതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. ആലോചിക്കുക, എന്താ ചെയ്യുക? നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യണം അല്ലേ. ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യണം. അതായത് ഇവിടെ രണ്ട് സ്റ്റെപ്സാണുള്ളത്. ഓറ് നമ്മുടെ കയ്യിലുണ്ട്. ഓറിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം അല്ലേ. 2 രീതിയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്നത്. 2 പേരിലാണ് ആ പ്രോസസ് അറിയപ്പെടുന്നത്, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. എന്താണ് കാൽസിനേഷൻ? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഓറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന 2 പ്രോസസ്സുകളാണ്. ഒന്ന് കാൽസിനേഷനും പിന്നെ ഒന്ന് റോസ്റ്റിംഗ്. എന്താണ് കാൽസിനേഷൻ, എന്താണ് റോസ്റ്റിംഗ് എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഓർ ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓർ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. എയർ ആവശ്യമില്ല അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ, വളരെ കുറച്ച് എമൗണ്ട് ഓക്സിജൻ്റെ പ്രസൻസിലാണ് കാൽസിനേഷൻ നടത്തുന്നത്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്? ഫോർ റെഡ്യൂസിങ് കാർബണേറ്റ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഓർ. കാർബണേറ്റ് ഓറിനും ഹൈഡ്രോക്സൈഡ് ഓറും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? കാൽസിനേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോസ്റ്റിംഗ് എന്തായിരിക്കും? ഇൻ എക്സസ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ധാരാളം എമൗണ്ട്, എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയാം. ആർക്കാണ് നമ്മളത് ഉപയോഗിക്കുക? ഫോർ റെഡ്യൂസിങ് സൾഫൈഡ് ഓർ. സൾഫൈഡ് ഓർ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും റോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ്. നമുക്കറിയാം, റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ധാരാളം സമയം ചൂടാക്കണം അല്ലേ. ചൂടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്, കത്തിക്കാനായിട്ട് സഹായിക്കുന്ന ധാരാളം എക്സസ് സപ്ലൈ ഓഫ് ഓക്സിജൻ വേണം. അങ്ങനെ ആ ഒരു വാക്കും കൂടെ ഓർത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. റോസ്റ്റിംഗ്, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് ഓർക്കാം. ഇപ്പോൾ ഫോർ റെഡ്യൂസിങ് ഓറാണ് സൾഫൈഡ്. ഇപ്പോൾ 2 തമ്മിൽ ഡിഫറൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യാം. കൂടാതെ നമുക്ക് എക്സാമ്പിൾസും കൂടെ നോക്കാം അല്ലേ. നോക്കാം. Fe2O3XH2O ഒരു ഹൈഡ്രോക്സൈഡ് ഓറാണ് അല്ലേ. അതെന്തായിട്ട് മാറും? Fe2O3 ആയിട്ട് ഓക്സൈഡ് ആയിട്ട് മാറി. സിങ്ക് കാർബണേറ്റ്, സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറി. കാൽഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ് മിക്സ്ചർ ആയിട്ടുള്ള ഒരു ഓറാണ്, കോൺസെൻട്രേറ്റഡ് ഓറാണ് നമ്മുടെ കയ്യിൽ. അതിന് നമ്മൾ എന്താണ് കാൽസിനേഷൻ ചെയ്ത് കാൽഷ്യം ഓക്സൈഡ് മെഗ്നീഷ്യം ഓക്സൈഡ് ആക്കി മാറ്റി. ഓക്കെ,
അടുത്ത് നമ്മൾ പറയുന്നത് റോസ്റ്റിങ്ങിന് എക്സാം. സിങ്ക് സൾഫൈഡ് സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു, ലെഡ് സൾഫൈഡ് ലെഡ് ഓക്സൈഡ് ആക്കി മാറ്റുന്നു, കുപ്രസ് സൾഫൈഡിനെ നമ്മൾ കുപ്രിക് ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റുന്നു 2SO2 ആയിട്ട് നമുക്ക് കിട്ടുന്നു. ബാക്കി SO2 ആണ് നമുക്കിവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എല്ലാ എക്സാമ്പിൾസിലും നമുക്ക് കിട്ടുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ്, ഇനി ഇതിൻ്റെ ഈ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സൾഫർ ഡൈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ Cu2S അതുപോലെ FeS എന്ന് പറയുന്ന, അതായത് നമ്മൾ കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷനിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. കോപ്പർ മെയ്റ്റ് എന്നൊക്കെ പറയുന്നൊരു പോയിന്റ് നമ്മൾ ടെക്സ്റ്റിൽ അത് ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. സൾഫൈഡ് ഓർ എന്താണ് നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സൾഫൈഡ് ഓർ ഓഫ് കോപ്പർ എന്താണ് ഹീറ്റ് ചെയ്ത് റോസ്റ്റിംഗ് നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേക ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് റിവർബറേറ്ററി ഫർണസ് എന്ന്. അതിൻ്റെ ഡയഗ്രാമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൾഫൈഡ് ഓഫ് കോപ്പർ ആർ ഹീറ്റഡ് ഇൻ എ റിവർബറേറ്ററി ഫർണസിലാണ് നമ്മൾ ചൂടാക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ്. അപ്പോൾ ഓക്സൈഡ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ ഓക്സൈഡിനെ നമ്മൾ എന്താക്കണം? റെഡ്യൂസ് ടു മെറ്റൽ, അല്ലേ? റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ടു മെറ്റൽ. ഓക്സൈഡിൻ്റെ ഫോമിലുള്ള മെറ്റലിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? മെറ്റലാക്കിയിട്ട് മാറ്റുന്നു. ഇതിനെന്താണ്? റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ടു മെറ്റൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റി, കാൽസിനേഷൻ ആൻഡ് ബൈ റോസ്റ്റിംഗ്. ഇനി ആ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ്. അതിന് പറയുന്ന പേരാണ് സ്മെൽറ്റിംഗ്. സ്മെൽറ്റിംഗ് എന്ന് പറയാനായിട്ട് പ്രത്യേക പേര് കൊടുക്കാനുള്ള പ്രത്യേക ഒരു കാരണമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ് ഹീറ്റിംഗ് ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോസസ്സ്. ഹീറ്റിംഗ് ദ മെറ്റൽ ഓക്സൈഡ് വിത്ത് സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് ലൈക്ക് കാർബൺ മോണോക്സൈഡ് ഓർ അനദർ മെറ്റൽ. മറ്റേതെങ്കിലും മെറ്റൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർബൺ ഉപയോഗിച്ചോ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചോ നമ്മൾ മെറ്റൽ ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്മെൽറ്റിംഗ് എന്ന് പേര് വരാൻ കാരണം നമുക്ക് പറയാം. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ് ഓർ ബൈ എ പ്രോസസ് ഇൻവോൾവിങ് മെൽറ്റിംഗ്. നമ്മുടെ കയ്യിൽ കോൺസെൻട്രേറ്റഡ് ഓറാണുള്ളത്, അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ചൂടാക്കുമ്പോൾ അത് മെൽറ്റഡ് ഫോമിലേക്ക് മെൽറ്റ് ചെയ്യാനാണ് തുടങ്ങുക. സോളിഡ് ഫോമാണ്, അത് മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടെ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പേര് പറഞ്ഞു? സ്മെൽറ്റിംഗ് എന്ന് പറയുന്നു. ഇപ്പോൾ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാം? റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ടു മെറ്റൽ ബൈ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ലൈക്ക് കാർബൺ മോണോക്സൈഡ് ഓർ അനദർ മെറ്റൽ. അലുമിനിയം പോലെയുള്ള മെറ്റൽസൊക്കെ നമ്മൾ അതിന് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഫ്ലക്സ് ആൻഡ് സ്ലാഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. എന്താണ് ജനറൽ ഫോം എന്ന് നോക്കാം. MXOY എന്ന് പറയുന്നത് നമ്മുടെ ഓക്സൈഡാണ്, മെറ്റലിൻ്റെ ഓക്സൈഡ്. അത് നമ്മൾ കാർബണോ കോക്കോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. എന്തായി മാറുന്നു? മെറ്റലായിട്ട് മാറുന്നു. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ജനറൽ ഫോമാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് എന്താണ് ഫ്ലക്സ് അല്ലെങ്കിൽ സ്ലാഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടേം നമ്മൾ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ടു മെറ്റൽ എന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റുകളാണ്. ഫ്ലക്സ് എന്താണ്? സ്ലാഗ് എന്താണ്? നമുക്ക് നോക്കാം. ഫ്ലക്സും സ്ലാഗും എന്താണ് വ്യത്യാസം? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു ദി ഓർ ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് വിച്ച് മേ സ്റ്റിൽ ബി പ്രസൻറ്റ് ഇൻ ദ ഓർ ആഫ്റ്റർ റോസ്റ്റിംഗ്. അതായത് നമ്മൾ തൊട്ട് മുൻപ് റോസ്റ്റിങ്ങും കാൽസിനേഷനും ഒക്കെ ചെയ്തു, അല്ലേ? ഈ റോസ്റ്റിങ്ങും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അതിൽ കുറച്ചും കൂടെ ഇമ്പ്യൂരിറ്റീസ് നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു ദ ഓർ ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് വിച്ച് മേ സ്റ്റിൽ ബി പ്രസൻറ്റ് ഇൻ ദ ഓർ ആഫ്റ്റർ റോസ്റ്റിംഗ്. ഇനി എന്താണ് സ്ലാഗ് എന്ന് പറയാം, നോക്കാം. ഫ്ലക്സ് കമ്പൈൻ വിത്ത് ദ ഇമ്പ്യൂരിറ്റി. ഗാങ് പാർട്ടിക്കിളായിട്ട് ഗാങ്ങിനെ റിമൂവ് ചെയ്യാനാണല്ലോ നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സ് കമ്പൈൻ വിത്ത് ദ ഇമ്പ്യൂരിറ്റി ടു ഫോം ഈസിലി ഫ്യൂസിബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് മാറുന്നു. അത് ഈസിലി ഫ്യൂസിബിൾ മെറ്റീരിയൽ ഒരു മോൾട്ടഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയലായിട്ട് മാറുന്നു. അപ്പോൾ ഫ്ലക്സും ഈ ഗാങ്ങും കൂടെ കമ്പൈൻ ചെയ്ത് ഈസിലി ഫ്യൂസിബിൾ മെറ്റീരിയലായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. അതായത് ഫ്ലക്സ് പ്ലസ് ഗാങ്
ഗീവ്സ് നമുക്ക് പറയാം എന്താണ് കിട്ടുന്നത്, സ്ലാങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്ലാങ് ഫോം ചെയ്യുന്നത്, അതായത് ഈ സ്ലാങ്ങിനെ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഈ കോൺസെൻട്രേറ്റഡ് ഓറിലുള്ള റെഡ്യൂസ്ഡ് ഫോമിലുള്ള ഓറിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഈ സ്ലാഗ് ഫർണസിൽ ടെമ്പറേച്ചർ, അതായത് നമ്മൾ ചെയ്യുന്ന അപ്പാരറ്റസിൽ അതേ ടെമ്പറേച്ചറിൽ സ്ലാഗ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഇൻസോലബിൾ ഇൻ ദ മോൾട്ടൺ മെറ്റൽ ആൻഡ് ലൈറ്റർ ആണ്, വളരെ വെയിറ്റ് കുറവാണ്. അപ്പോൾ അത് ഫ്ലോട്ട് ഓവർ ദി സർഫസ് ഓഫ് ദ മോൾട്ടൺ മെറ്റൽ. നമ്മുടെ മെറ്റൽ അവിടെ മോൾട്ടഡ് സ്റ്റേറ്റിലുണ്ടെങ്കിലും അതിൻ്റെ പുറത്തായിട്ട് അത് ലൈറ്റർ പാർട്ടിക്കിളായിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും, ആ ഒരു സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മോൾട്ടഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഈസിലി ഫ്യൂസിബിൾ ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലെക്സ് ആഡ് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇഫ് ദ ഗാങ് അസിഡിക് നേച്ചർ ഉള്ളതാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്, ബേസിക് ഫ്ലക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് ദ ഗാങ് ബേസിക് നേച്ചർ ആണെങ്കിൽ അസിഡിക് ഫ്ലക്സ് ഈസ് ആഡഡ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ന്യൂട്രലൈസേഷൻ അല്ലേ. അസിഡിക്കിലേക്ക് നമ്മൾ ബേസിക് ആഡ് ചെയ്യുന്നു, ബേസിക്കിലേക്ക് നമ്മൾ അസിഡിക് ഫ്ലക്സ് ആഡ് ചെയ്യുന്നു. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. കാൽഷ്യം ഓക്സൈഡ് ബേസിക് ആയിട്ടുള്ളൊരു ഫ്ലക്സ് ആണ്. അസിഡിക് ആയിട്ടുള്ള ഗാങ് സിലിക്ക എന്ന് പറയുന്ന ഇതിൽ ഡോക്സൈഡ് ഫോമിൽ അസിഡിക് ആയിട്ടുള്ള ഗാങ് ആണുള്ളത്. ആ അസിഡിക് ഗാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡൊക്കെ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, റോക്ക് പാർട്ടിക്കിൾസിൻ്റെ കൂടെ സിലിക്കൺ ഡൈ ഓക്സൈഡൊക്കെ എന്തായിട്ടുണ്ടാവാം, ഗാങ് പാർട്ടിക്കിൾസ് ആയിട്ടുണ്ടാവാം. അപ്പോൾ ഈ അസിഡിക് ആണ് അതിൻ്റെ നേച്ചർ. ആ അസിഡിക് ഗാങ്ങിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ഫ്ലക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്യൂസിബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ലാഗ് ആയിട്ട് മാറുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്ക എന്ന് പറയുന്നത് എന്താണ്, അതിൽ FeO എന്ന് പറയുന്ന ഫെറസ് ഓക്സൈഡ് എന്തായിട്ട് വരാം, ഗാങ് ആയിട്ട് വരാം. ആ ഫെറസ് ഓക്സൈഡിൻ്റെ സ്വഭാവം എന്താണ്, ബേസിക് ആണ്. ആ ബേസിക് ഗാങ്ങിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫെറസ് സിലിക്കേറ്റ് ഫോമിൽ സ്ലാഗ് കിട്ടുന്നു. നമ്മൾ ഉള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ സ്ലാഗ് ആക്കിയിട്ട് റിമൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ റിഡക്ഷൻ ഓഫ് ദ മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്മെൽറ്റിംഗ് എന്താണെന്ന് കണ്ടു, ഫ്ലെക്സ് എന്താണ്, സ്ലാഗ് എന്താണെന്ന് കണ്ടു. ഇനി ഫ്ലെക്സിൻ്റെ നേച്ചർ അസിഡിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗാങ്ങിൻ്റെ നേച്ചർ അസിഡിക് ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫ്ലെക്സും, ഗാങ്ങിൻ്റെ നേച്ചർ ബേസിക് ആണെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഫ്ലെക്സും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് റിഫൈനിങ് ആണ്. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. റിഫൈനിങ് ഓഫ് ദ ക്രൂഡ് മെറ്റലിനെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മെറ്റലിനെ ക്രഷ് ചെയ്തു, പൾവറൈസ് ചെയ്തു, പിന്നെ കോൺസെൻട്രേറ്റഡ് ചെയ്തു, പിന്നെ നമ്മൾ അതിൽ നിന്ന് ക്രൂഡ് മെറ്റൽ ഉണ്ടാക്കി. ക്രൂഡ് മെറ്റലിനെ നമ്മളിനി റിഫൈൻ ചെയ്യാണ്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ക്രൂഡ് മെറ്റൽ, അതിനെയാണ് നമ്മൾ റിഫൈനിങ് ഓഫ് ദി ക്രൂഡ് മെറ്റൽ എന്ന് പറയുന്നത്. ഇനി റിഫൈനിങ് ഓഫ് ദ ക്രൂഡ് മെറ്റലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്, എത്ര സ്റ്റെപ്സുകളുണ്ട് അല്ലെങ്കിൽ എത്ര മെത്തേഡ്സുകളുണ്ട്, ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, ദെൻ സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്. ഈ മെത്തേഡുകളിലെ കൂടെ ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ക്രൂഡ് മെറ്റലിനെ റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്സും ഓരോ മെത്തേഡുകളും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്റ്റിലേഷൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ പിക്ചറിൽ കാണുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്റ്റിൽ ചെയ്യാൻ പോവാണ്. ഇനി ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ മെറ്റൽസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഡിസ്റ്റിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്തിനാ ബേസ് ചെയ്തിരിക്കും, അവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റലും അതുപോലെ ഇമ്പ്യൂരിറ്റിയുടെ പ്രോപ്പർട്ടി എങ്ങനെയാണെന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെവറൽ ടെക്നിക്സ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, റിഫൈനിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിഫൈനിങ്ങിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മെറ്റൽ വിത്ത് ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മെറ്റൽ, സിങ്ക്, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയുള്ള മെറ്റൽസിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ഇത് ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മെറ്റൽസിൽ ആയിട്ടുള്ള സിങ്ക്, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയുള്ള മെറ്റൽസിനാണ് ഡിസ്റ്റിലേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് ഡിസ്റ്റിലേഷനിൽ നമ്മൾ ചെയ്യുന്നത്, ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ നമ്മളിവിടെ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ചൂടാക്കുകയാണ് അല്ലേ.
ഡിസ്റ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹീറ്റായിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കും? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇത് തിളയ്ക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ഇത് എന്ത് ചെയ്യാണ്? ഇവിടെ പ്യുവർ മെറ്റൽ ഡിസ്റ്റിലേറ്റിൽ കിട്ടും. നമുക്കറിയാം ഇവിടെ വേപ്പറായിട്ട് വരും. വേപ്പർ ചെയ്ത് പിന്നെ ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇവിടെ തെർമോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും, ടെമ്പറേച്ചർ നോക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഈ വേപ്പർ കണ്ടൻസ് ചെയ്ത് നമുക്കിവിടെ ഡിസ്റ്റിലേറ്റ് ആയിട്ട് നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. അതായത് പ്യുവർ മെറ്റൽ കളക്റ്റഡ് ആൻഡ് കണ്ടൻസ്ഡ്. പിന്നെ കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? പ്യുവർ മെറ്റലിലേക്ക് റിഫൈൻ ചെയ്ത് കിട്ടുന്നു. ഇതാണ് ആദ്യത്തെ നമ്മൾ പറയുന്ന പ്രോസസ്സ്. അപ്പോൾ മെറ്റൽ വിത്ത് ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മെറ്റൽസിനാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലിക്വേഷനാണ്. ലിക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മെറ്റൽസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിക്വേഷൻ പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ലെഡ്, ടിൻ, അതുപോലെ ബിസ്മത്ത് തുടങ്ങിയുള്ള മെറ്റൽസിനാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നത്? ലിക്വേഷൻ. എന്താണ് ലിക്വേഷൻ നമ്മൾ ചെയ്യുന്നത്? അതായത് ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലേ. ക്രൂഡായിട്ടുള്ള മെറ്റൽ ഇതാ ഇവിടെ ഒരു ഒരു സ്ലൈഡായിട്ടുള്ള, അതായത് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു സർഫസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ പ്യുവർ മെറ്റൽ കാണുന്നുണ്ട്. അതായത് ക്രൂഡ് മെറ്റൽ പ്ലേസ്ഡ് ഓൺ ദി സ്ലോപ്പിംഗ് ഹേർത്തിലാണ് നമ്മളിത് വെക്കുന്നത്. ഇനി എബവ് മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് നമ്മൾ ചൂടാക്കണം. നമ്മൾക്ക് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ മെഷർ ചെയ്യാൻ സാധിക്കും. എബവ് മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് നമ്മൾ ചൂടാക്കുകയാണ്. എന്ത് സംഭവിക്കും? ഈ മെറ്റൽ മെൽറ്റ് ചെയ്ത് പതുക്കെ ഇവിടെ ഫ്ലോസ് ഡൗൺ ഇൻ ടു ദിസ് ബീക്കർ. ഈ ബീക്കറിലേക്ക് ഡൗൺ ചെയ്ത് അവിടെ പ്യുവർ മെറ്റൽ കിട്ടും. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ലിക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള മെറ്റൽ, അപ്പോൾ അധികം നമ്മൾ അങ്ങോട്ട് ചൂടാക്കേണ്ട, പക്ഷേ മെൽറ്റിംഗ് പോലെ കൂടുതലായി ചൂടാക്കിയാലാണ് ആ മെറ്റൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് താഴേക്ക് ഒഴുകി ഈ ഒരു ബീക്കറിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ അവിടെ ഒരു റിസർവോയർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടും. ഇമ്പ്യൂരിറ്റീസിന് നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു രീതിയിൽ മാറ്റാൻ സാധിക്കും. അപ്പോൾ മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ലിക്വേഷൻ അപ്ലൈ. ലെഡ്, ടിന്ന്, ബിസ്മത്ത് നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാം. അടുത്ത് പറയുന്നതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് മെത്തേഡാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ബാറ്ററി അല്ലെങ്കിൽ കാഥോഡ്, ആനോഡിൻ്റെ പ്രസൻസിലൊക്കെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ സിൽവർ, ഗോൾഡ്, കോപ്പർ, സിങ്ക്, നിക്കൽ തുടങ്ങിയുള്ള മെറ്റൽസിനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കോപ്പറിൻ്റെ റിഫൈനിങ് മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നോക്കാം എന്താണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. അതായത് ഇലക്ട്രോഡുകളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡുകളുണ്ട്. പ്യുവർ കോപ്പറാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കുന്നത്. അതേ മെറ്റലിൻ്റെ തന്നെ ഇമ്പ്യൂർ ആയിട്ടുള്ള ഫോം നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നു. ഇനി എന്താ സംഭവിക്കുക? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദ മെറ്റൽ. ഇവിടെ നമ്മൾ കോപ്പറാണ് എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. പ്യുവർ കോപ്പർ കാഥോഡും ഇമ്പ്യൂർ ആയിട്ടുള്ള കോപ്പർ ആനോഡ്, ആസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്യുവർ മെറ്റൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസോൾവ് ഫ്രം ദി ആനോഡ്. ആനോഡിൽ നിന്ന് ഡിസോൾവ് ചെയ്ത് ഡെപ്പോസിറ്റഡ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇത് തിക്നെസ് കുറഞ്ഞപ്പോൾ പ്യുവർ കോപ്പർ മെറ്റൽ, പ്യുവർ മെറ്റൽ ഡിസോൾവ് ഫ്രം ദി ആനോഡ് ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ കാഥോഡ്. ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ഈ പ്യുവർ മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസ് എവിടെ വരും? ഈ ആനോഡ് സെറ്റിൽ ഡൗൺ ബിലോ ദ ആനോഡ്. അത് ആനോഡ് മഡ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആനോഡിൽ കോപ്പർ 2+ഉം +2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു ആനോഡിൽ വെച്ചിട്ട്. കാഥോഡിൽ കോപ്പർ 2++2 ഇലക്ട്രോൺ ഗീവ് കോപ്പർ മെറ്റലായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ആനോഡിൽ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇലക്ട്രോലൈറ്റിക് റിയാക്ഷൻ തന്നെ അല്ലേ. ഇനി ഇവിടെ നമ്മൾക്ക് പറഞ്ഞു ആനോഡ് മഡ് എന്താണ്? ഇമ്പ്യൂരിറ്റീസ് സെറ്റിൽ ഡൗൺ ബിലോ ദ ആനോഡ്. ഇതിനെയാണ് നമ്മൾ ആനോഡ് മഡ് എന്ന് പറഞ്ഞത്. ആനോഡിന് താഴെ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന ഇമ്പ്യൂരിറ്റീസിനെയാണ്. അത് എന്തൊക്കെയാവാം? ഇമ്പ്യൂരിറ്റീസ് കണ്ടെയ്ൻ ആൻറ്റിമണി, സെലീനിയം, ടെലൂറിയം, സിൽവർ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം തുടങ്ങിയുള്ള മെറ്റൽസ് ആയിരിക്കാം. ഇവയുടെ റിക്കവറി ഓഫ് ദ മെറ്റലിനാണ് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ സിൽവർ, ഗോൾഡ്, കോപ്പർ, സിങ്ക്, നിക്കൽ തുടങ്ങിയുള്ള മെറ്റൽസിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം
അടുത്ത മെത്തേഡാണ് സോൺ റിഫൈനിങ്. സോൺ റിഫൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോൺ അല്ലേ, ഒരു സോൺ ആയിട്ട് നമ്മൾ റിഫൈൻ ചെയ്ത് മെറ്റലിനെ പ്യുവർ ആക്കിയിട്ട് മാറ്റുകയാണ്. ഓരോ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ റിഫൈൻ ചെയ്യുന്നു. ഈ മെത്തേഡിന് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് യൂസ്ഡ് ഫോർ സെമി കണ്ടക്ടേഴ്സ് ജെർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം ആൻഡ് ഇൻഡിയം. സെമി കണ്ടക്ടേഴ്സിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഈ എക്സാമ്പിളും പഠിച്ചിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സിനാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് മറ്റൊരു പ്രത്യേകത? ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. കണ്ടോ, ഇവിടെ ഒരു ഇമ്പ്യൂർ ആയിട്ടുള്ള ജെർമേനിയം റോഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ നമുക്കൊരു സർക്കുലർ ഹീറ്റർ ഉണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നോക്കാം. പ്യുവർ ജെർമേനിയം നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഇമ്പ്യൂർ ആയിട്ടുള്ള ജെർമേനിയം റോഡ് ഇവിടെയുണ്ട്. ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഓഫ് ഹീറ്റർ മോൾട്ടൺ സോൺ ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഹീറ്റർ ഒരു റിംഗ് ഷേപ്പിലെ മൊബൈൽ സർക്കുലർ ഹീറ്റർ എന്നാണ് നമ്മളിതിനെ പറയണേ. ഇതാണ് മോൾട്ടൺ സോൺ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടായിരിക്കാം? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ സ്റ്റെപ്സുകൾ എന്താണ്, പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് വെരി ഹൈ പ്യൂരിറ്റി ആർ ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ്. വളരെ പ്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള മെറ്റൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള മെത്തേഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് സോൺ റിഫൈനിങ്. എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ? ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോലുബിൾ ഇൻ ദ മെൽറ്റ് ദാൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ. അപ്പോൾ ഇത് മെറ്റൽ പീസാണ്. ഈ മെറ്റൽ മെൽറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ടുള്ള സോൺ, ഈ ഹീറ്റർ എവിടെയാണ് ഇരിക്കുക? അവിടെ അതെന്താവും? ഒരു മെൽറ്റഡ് ഫോമോ. ആ മെൽറ്റഡ് ഫോമിൽ എന്ത് വന്ന് സോലുബിളായി കിടക്കും? ഇമ്പ്യൂരിറ്റീസ്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. എ സർക്കുലർ മൊബൈൽ ഹീറ്റർ ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ റോഡ് ഓഫ് ഇമ്പ്യൂർ മെറ്റൽ. ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ ഉണ്ട്, അതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ സർക്കുലർ മൊബൈൽ ഹീറ്റർ കൊണ്ടുവച്ചു. ഈ ഹീറ്റർ മൂവ് ഫോർവേഡ്, ഫ്രണ്ടിലേക്ക് ഇത് മൂവ് ചെയ്യാണ് ഈ ഒരു ഡയറക്ഷനിൽ. ദ മോൾട്ടൺ സോൺ മൂവ് അലോങ് വിത്ത് ദ ഹീറ്റർ. ഈ ഹീറ്റർ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മോൾട്ടൺ സോണിൻ്റെ പൊസിഷനും മാറി വരും അല്ലേ. ആസ് ദ ഹീറ്റർ മൂവ്സ് ഫോർവേഡ് ദ പ്യുവർ മെറ്റൽ ക്രിസ്റ്റലൈസ് ഔട്ട് ഓഫ് ദ മെൽറ്റ്. ഇനി ഹീറ്റർ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ചെയ്ത്, അതായത് മൂവ് ചെയ്തും തോറും ഫോർവേഡ്, അതായത് ഫ്രണ്ട് ഡയറക്ഷൻ ഓഫ് ദ ട്രാവൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഫ്രണ്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്തോറും പ്യുവർ മെറ്റൽ ക്രിസ്റ്റലൈസ് ഔട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും. ദ ഇമ്പ്യൂരിറ്റീസ് പാസ് ഓൺ ഇൻ ടു ദി അഡ്ജസൻറ്റ് ന്യൂ മോൾട്ടൺ സോൺ ക്രിയേറ്റഡ് ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റർ. ഈ ഒരു ഭാഗത്ത് ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് പല പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷനിൽ നമ്മൾ പല സമയത്തായിട്ട്, അതായത് സെവറൽ ടൈമിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾക്ക് ഇമ്പ്യൂരിറ്റീസ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ് അറ്റ് വൺ എൻഡിലും ആ എൻഡ് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്യുവർ ആയിട്ടുള്ള മെറ്റൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇതാണ് സോൺ റിഫൈൻ. അപ്പോൾ സോണുകൾ, ഈ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ നമ്മൾ പല സോണുകളാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ പ്യുവർ മെറ്റലിനെ കണ്ടെത്തുന്നത്. ഇതാണ് സോൺ റിഫൈനിങ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് വേപ്പർ ഫേസ് റിഫൈനിങ്. ഇതും പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ മെറ്റലിനെ വേപ്പർ ഫേസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ പ്യൂരിറ്റി ഉണ്ടായിരിക്കും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ എന്താണ്? മെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വോളറ്റൈൽ കോമ്പൗണ്ട് വിച്ച് ഈസ് കളക്റ്റഡ് ആൻഡ് ഡിക്കമ്പോസ് ടു ഗിവ് പ്യുവർ മെറ്റൽ. അപ്പോൾ നമ്മൾ വോളറ്റൈൽ കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റാണ്. വോളറ്റൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഗേജ് സ്റ്റേറ്റിലേക്ക്, അതായത് വേപ്പർ ഫേസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അവിടെ വെച്ച് കളക്ട് ചെയ്യുന്നു, അതിനെ ഡിക്കമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റലാക്കി മാറ്റുന്നു. രണ്ട് റിക്വയർമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടത്. ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട് വിത്ത് ആൻ അവൈലബിൾ റിയേജൻറ്റ്. നമ്മുടെ മെറ്റൽ എന്താക്കിയിട്ട് മാറ്റണം? നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ അത് വോളറ്റൈൽ കോമ്പൗണ്ട് ആക്കി മാറണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ദി വോളറ്റൈൽ കോമ്പൗണ്ട് ഷുഡ് ബി ഈസിലി ഡിക്കമ്പോസബിൾ സോ ദാറ്റ് ദ റിക്കവറി ഈസ് വെരി ഈസി. ഇവിടെ രണ്ട് പേരുകളിലാണ് നമ്മൾ ഇവിടുത്തെ പ്രോസസ്സ് പഠിക്കണേ. മോൺ പ്രോസസ് ഫോർ റിഫൈനിങ് നിക്കൽ. നിക്കലിൻ്റെ റിഫൈനിങ് പ്രോസസ്സിനെ പറയുന്നത് പേരാണ് മോൺ പ്രോസസ്. എന്താണ് അതിൽ നടക്കുന്നത്? നിക്കലിനെ നമ്മൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു 330 350 കെൽവിൻ ടെമ്പറേച്ചറിൽ. അങ്ങനെ നിക്കൽ എന്തായിട്ട് മാറുന്നു? ഒരു നിക്കൽ
ഹീറ്റഡ് ഇൻ എ സ്ട്രീം ഓഫ് കാർബൺ മോണോക്സൈഡ് ഫോം എ വോളറ്റൈൽ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. അതിനെ പറയുന്നത് പേരാണ് നിക്കൽ ടെട്രാ കാർബണൈൽ. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റൽ കാർബണൈലായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വേപ്പർ ഫേസിലുള്ള മെറ്റൽ കാർബണൈലായിട്ട് മാറുന്നു. അതാണ് വോളറ്റൈൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും നമ്മൾ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ ഈ വോളറ്റൈൽ കോംപ്ലക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈസിലി ഡിക്കമ്പോസ്. നിക്കൽ കാർബണൈൽ 450 to 470 കെൽവിൻ ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ അവ വീണ്ടും ഡിക്കമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ഡിക്കമ്പോസ് ചെയ്ത് നിക്കലായിട്ട് നമുക്ക് പ്യുവർ മെറ്റൽ നമുക്കിവിടെ കിട്ടുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുക. അപ്പം മോൺ പ്രോസസ് ഫോർ റിഫൈനിങ് നിക്കൽ, അല്ലെങ്കിൽ നിക്കലിൻ്റെ റിഫൈനിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് മോൺ പ്രോസസ്സ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വെനാർക്കൽ മെത്തേഡ് ഫോർ റിഫൈനിങ് സിർക്കോണിയം ഓർ ടൈറ്റാനിയം. ഈ ഒരു പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിർക്കോണിയം, ടൈറ്റാനിയം തുടങ്ങിയുള്ള മെറ്റലിനെ റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് വെനാർക്കൽ മെത്തേഡ്. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈറ്റാനിയം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഇമ്പ്യൂർ ആയിട്ടുള്ള ടൈറ്റാനിയം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ മെറ്റലിനെ ഒരു ഹീറ്റഡ് ഇൻ ഇവാക്വേറ്റഡ് വെസൽ വിത്ത് അയഡിൻ വേപ്പർ വെച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ അയഡിൻ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ചൂടാക്കുകയാണ്. 523 കെൽവിനിൽ നമ്മൾ കുറേ ചൂടാക്കുകയാണ്. ഈ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് അതായത് എല്ലാ ഓക്സിജനും നൈട്രജനും ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ടൈറ്റാനിയം സിർക്കോണിയത്തിലൊക്കെ എന്തുണ്ടായിരിക്കും? നൈട്രജൻ ഫോമിലും ഓക്സിജൻ ഫോമിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് വെനാർക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി മെറ്റൽ എന്തായിട്ട് മാറും? വോളറ്റൈൽ അയഡൈഡ് ഓഫ് ടൈറ്റാനിയം. മെറ്റലിൻ്റെ ഒരു അയഡൈഡായിട്ട് മാറും. അത് വളരെ കോവാലൻ്റ് ആണ്, വോളറ്റൈലൈസ് ചെയ്യുന്നു. വോളറ്റൈൽ അയഡൈഡ് ഓഫ് ടൈറ്റാനിയത്തിനെ അഗെയിൻ നമ്മൾ ചൂടാക്കുകയാണ്. ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ പ്രസൻസിൽ 1800 700 കെൽവിനിൽ ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ മെറ്റൽ ഡെപ്പോസിറ്റഡ് ഓൺ ദ ഫിലമെൻറ്റ്. ഈ ഫിലമെൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പ്യുവർ മെറ്റൽ കിട്ടും, ബാക്കി അയഡിൻ നമുക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായോ? ഇനി ഇത് തന്നെയാണ് സിർക്കോണിയത്തിലും പറയുന്നത്. Zr+2I2 gives Zri4. എന്താണ്? അയഡൈഡ് ഫോമിലേക്ക് മാറ്റി ഇതിനെ നമ്മൾ വീണ്ടും ഡിക്കമ്പോസ് ചെയ്ത് സിർക്കോണിയം +2I2 ആക്കി മാറ്റുന്നു. ഇതേ ടെമ്പറേച്ചറിൽ, അതുപോലെ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ. ഇതാണ് വെനാർക്കൽ മെത്തേഡ് ഫോർ റിഫൈനിങ് സിർക്കോണിയം ഓർ ടൈറ്റാനിയം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്തതാണ് ക്രൊമറ്റോഗ്രാഫിക് മെത്തേഡ്. ക്രൊമറ്റോഗ്രാഫിക് മെത്തേഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്താണ് ക്രൊമറ്റോഗ്രാഫിക് മെത്തേഡ്? അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് ഓഫ് എ മിക്സർ ആർ അഡ്സോർബ്ഡ്, അല്ലേ, ടു ഡിഫറെൻറ്റ് എക്സ്റ്റെൻറ്റ് ഓൺ ആൻ അഡ്സോർബൻറ്റ്. The mixture is put on to a stationary phase which may be solid or liquid. നമുക്കറിയാം ക്രൊമറ്റോഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ ഒരു മൊബൈൽ ഫേസും അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസൊക്കെ പറയുന്നുണ്ട്. അവിടെ സ്റ്റേഷനറി ഫേസ് എന്നൊക്കെ പറയുമ്പോൾ Al2O3 സിലിക്ക ജെല്ല് അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസുകളോ ഏതെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് ഇൻ ദി അഡ്സോർബൻറ്റ് ഓൺ ആൻ അഡ്സോർബൻറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്യുവർ സോൾവെൻറ്റ് അല്ലെങ്കിൽ മിക്സർ ഓഫ് സോൾവെൻറ്റ് ഓർ എ ഗ്യാസ് അലൗഡ് ടു മൂവ് സ്ലോലി ഓവർ ദി സ്റ്റേഷനറി ഫേസ്. ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദി മിക്സർ gets separated gradually as the moving phase move. മൂവിങ് ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെപ്പറേറ്റ് കമ്പോണൻറ്റ് ഡിഫറെൻറ്റ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇവിടെ പല ക്രൊമറ്റോഗ്രാഫിക് മെത്തേഡ്സും നമ്മൾ റിഫൈനിങ് ഓഫ് ദ മെറ്റലിന് അപ്ലൈ ചെയ്യാറുണ്ട്. പേപ്പർ ക്രൊമറ്റോഗ്രാഫി, കോളം ക്രൊമറ്റോഗ്രാഫി, ഗ്യാസ് ക്രൊമറ്റോഗ്രാഫി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. കോളം ക്രൊമറ്റോഗ്രാഫി വെരി യൂസ്ഫുൾ ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് വിച്ച് ആർ അവൈലബിൾ ഇൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ് ആർ നോട്ട് വെരി ഡിഫറെൻറ്റ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഫ്രം ദ എലമെൻറ്റ് ടു ബി പ്യൂരിഫൈഡ്. അപ്പോൾ കോളം ക്രൊമറ്റോഗ്രാഫിയാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതായത് ചില ഇമ്പ്യൂരിറ്റീസും അതുപോലെ നമ്മുടെ മെറ്റലും തമ്മിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെയധികം വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് അവയെ റിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? കോളം ക്രൊമറ്റോഗ്രാഫി കൂടെ കടത്തിവിട്ട് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ഡയഗ്രാമാണ്. ഇൻഡസ്ട്രിയൽ മെത്തേഡും അതുപോലെ ലാബോറട്ടറി മെത്തേഡാണ് കോളം ക്രൊമറ്റോഗ്രാഫിയുടെ. മിക്സർ ഓഫ് കമ്പോണൻറ്റ് നമ്മൾ
നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇടാണ്. സ്റ്റേഷനറി ഫേസ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കളേർഡ് ബാൻഡുകളായിട്ട് അവ സെപ്പറേറ്റഡ് ഔട്ട് ചെയ്തിട്ടുള്ള പിക്ചറാണ് കാണുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ തിയറി ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. തിയറി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എഴുതാം. നമുക്കിവിടെ പറഞ്ഞ് നമ്മൾ സമ്മപ്പ് ചെയ്യാണ്. റിഫൈനിങ് ഓഫ് ദ ക്രൂഡ് മെറ്റലിൽ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡിൽ കോളം ക്രോമറ്റോഗ്രാഫിയാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് പറയുന്നത്. ഇനി അടുത്ത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്ന്, അതായത് നമ്മളിപ്പോൾ പഠിച്ചതിനൊന്ന് നമ്മൾ സമ്മപ്പ് ചെയ്തതാണ്. നമ്മുടെ കയ്യിൽ ഓറുണ്ട്. നമ്മൾ 4 സ്റ്റെപ്സാണ് പറഞ്ഞത്. ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. അതിൽ 2 സ്റ്റെപ്സ് പറഞ്ഞു. കൺവേർഷൻ ടു ഓക്സൈഡ്, റിഡക്ഷൻ ടു മെറ്റൽ. ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി, റിഫൈനിങ് ഓഫ് ക്രൂഡ് മെറ്റൽ. ഈ 4 സ്റ്റെപ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അതിനെ പൗഡേർഡ് ഓറാക്കി ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ വഴി. ഈ പൗഡേർഡ് ഓറിനെ നമ്മൾ ഗ്രാവിറ്റി സെപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ, ലീച്ചിങ് വഴി കോൺസെൻട്രേറ്റഡ് ഓറാക്കിയിട്ട്, അപ്പോൾ നമ്മുടെ കയ്യിൽ കോൺസെൻട്രേറ്റഡ് ഓർ നമ്മുടെ കിട്ടി. ഇനി അതിനെ കോൺസെൻട്രേറ്റ് ഓറിനെ നമ്മൾ എന്താക്കി ക്രൂഡ് മെറ്റലിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഓക്സൈഡ് ആക്കണം. അതിന് കാൽസിനേഷനും റോസ്റ്റിങ്ങും ചെയ്തു. ആ റോസ്റ്റഡ് ആയിട്ടുള്ള കാൽസിനേറ്റഡ് ആയിട്ടുള്ള ഓറിനെ സ്മെൽറ്റ് ചെയ്തു, റെഡ്യൂസ് ചെയ്തു യൂസിങ് കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. ഇമ്പ്യൂർ ആയിട്ടുള്ള വീണ്ടും ക്രൂഡ് മെറ്റൽ നമ്മൾ കിട്ടി. അതിനെ റിഫൈൻ ചെയ്യുന്നു. ഡിസ്റ്റിലേഷനോ ലിക്വേഷനോ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്, ക്രോമറ്റോഗ്രാഫിക് മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ റിഫൈൻ ചെയ്തു. പ്യുവർ മെറ്റൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ, ഫ്ലോ ഡയഗ്രാം പോലെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ മെയിനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ക്രഷിങ്, പൾവറൈസേഷൻ, കോൺസെൻട്രേഷൻ, പ്രൊഡക്ഷൻ, റിഫൈനിങ് ഓഫ് ദ ക്രൂഡ് മെറ്റൽ. ഇനി നമ്മൾക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ പറയുന്ന എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് തെർമോഡൈനാമിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ധാരാളം, അതായത് നമ്മൾ ഈ റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്കിവിടെ ആവശ്യമാണ് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ പല വേരിയേഷൻസും വരുന്നുണ്ട്. തെർമൽ റിഡക്ഷൻസ് അല്ലെങ്കിൽ പൈറോ മെറ്റലർജി എന്നൊക്കെ നമ്മൾ പറയും. ഏത് എലമെൻ്റാണ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനെ തെർമോഡൈനാമിക് കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്കിവിടെ ആവശ്യമുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കൂടാതെ നമുക്ക് കോപ്പറിൻ്റെയും അലുമിനിയത്തിൻ്റെയും അയേണിൻ്റെയും ഒക്കെ എക്സ്ട്രാക്ഷനും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇത്രയും എടുത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.